നമസ്കാരം, എൻ്റെ പേര് ആഷിമ. ഇതെൻ്റെ ഉമ്മയാണ്. എന്നെ കൂടാതെ എൻ്റെ അനിയത്തിയും ഇച്ചാമ്മയും ഉണ്ട്. ഇത് ഞങ്ങളുടെ വാടക വീടാണ്. ഞങ്ങളുടെ വാപ്പ ഒരു മദ്യപാനിയാണ്. വാപ്പയെ കൊണ്ട് ഭയങ്കര ഉപദ്രവവും ഒക്കെയാണ്. എൻ്റെ ഉമ്മ ഒരുപാട് ഓപ്പറേഷൻ കഴിഞ്ഞതാണ്. അധികം ഉമ്മക്ക് ജോലിക്ക് പോകാനോ എടുക്കാനോ ഒന്നും കഴിയത്തില്ല. ഇല്ല, വാപ്പ വീട്ടിലില്ല. വാപ്പ ഞങ്ങളെ കളഞ്ഞിട്ട് പോയി. എന്നെ മാത്രം ഉപദ്രവിക്കും. ഉമ്മായും അനിയത്തിയാണ് ഒന്നും ചെയ്യാറില്ല. 2 മാസമായി. ഉമ്മ വീട്ടുജോലിക്ക് പോയാണ് ഞങ്ങളെല്ലാം കഴിയുന്നത്. പിന്നെ പഠിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടും ആഹാരത്തിന് ബുദ്ധിമുട്ടും ഉണ്ട്. കാര്യങ്ങൾ നടക്കുന്നത്. ഈ ഉമ്മയുടെ വരുമാനം കൊണ്ട് നിങ്ങൾ 4 പേർക്ക് ചെലവും ബാക്കി സ്കൂളിലെ പഠിത്തവും നടക്കുന്നുണ്ടോ? ഇല്ല, എല്ലാം നടക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യാ? ഇത് ഞങ്ങൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ എൻ്റെ നാട്ടുകാരെ സഹായിക്കുന്നതാ. ഞങ്ങൾക്ക് ഈ പിള്ളേർക്കായാലും എല്ലാവരും നാട്ടുകാരായാലും ഇവിടെ സ്കൂളിലെല്ലാവരുമായിട്ടാണ് ഞങ്ങൾ സഹായിക്കുന്നത്. ഈ കൊച്ചുങ്ങൾക്ക് കാര്യത്തിനായാലും പഠിത്തത്തിനായാലും എന്തിനായാലും എൻ്റെ കുഞ്ഞിൻ്റെ കാര്യത്തിന്. ഇത് 8ൽ പഠിക്കുന്നു. ഇവള് 10. അടുത്ത 10. 2000 രൂപ. 2000 രൂപ വാടക, നിങ്ങളുടെ ചെലവുകൾ എല്ലാം ഈ അമ്മ കൊണ്ടുവരുന്ന വരുമാനത്തിനാണ്. അമ്മ എത്ര വീട്ടിൽ പണിക്ക് പോകുന്നുണ്ട്? ഞാൻ ഒരു വീട്ടിലായി. എനിക്ക് അത്രയ്ക്ക് വയ്യാത്തതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റുന്നില്ല. ഇപ്പം എൻ്റെ കുഞ്ഞുങ്ങളെ കാര്യങ്ങൾ എനിക്ക് അത്രയ്ക്ക് സുഖമല്ല. ഈ ടൈറോയ്ഡ് ഉണ്ട് എനിക്ക്. ഈ ടൈറോയ്ഡൊന്നും എനിക്ക് അനക്കാക്കത്തില്ല. അത് ഓപ്പറേഷൻ ചെയ്യണമെന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. അന്നേരം എനിക്ക് സംസാരിക്കാനോ എനിക്ക് എടുക്കാൻ ഭയങ്കര വേദന, മുറി മൊത്തം എനിക്ക് വേദനയാണ്. എപ്പോഴാണെന്ന് അറിഞ്ഞുകൂടാ. പിന്നെ ഈ കുഞ്ഞുങ്ങളെ കാര്യത്തിനാണ് ഞാൻ ഇത്രയും നാൾ ഞാൻ ജീവിച്ചിരിക്കുന്നത്. എല്ലാവരെയും കണ്ട്, എല്ലാവരും പാർട്ടിക്കാരെ. എൻ്റെ ഉമ്മ ഇത്രയും എൻ്റെ പ്രായത്തിൽ കൊണ്ട് മിച്ചാമ്മ ഇങ്ങനെ നടന്നിട്ട് പാർട്ടിക്കാരൊക്കെ വരും, തിരക്കും പോകും. എന്നിട്ട് ഇപ്പൊ പാർട്ടിക്കാരൊക്കെ വരുന്നു പോകുന്നല്ല. ഞങ്ങൾക്കൊരു സഹായമോ ഒന്നും, ഞങ്ങൾക്കൊരു സഹായങ്ങളോ ഒന്നും ഞങ്ങൾക്ക് ഇതില്ല. വോട്ടുണ്ട്. വോട്ട് ചെയ്യുന്ന എന്തിനാ? ഞങ്ങൾ വോട്ട് ചെയ്യേണ്ട കാര്യമില്ല. ഞങ്ങൾ ഇത്രയും നാളായി എൻ്റെ ഉമ്മ ഒരു കിടക്കാടത്തിന് ഇവിടെ എല്ലായിടത്തും ഞങ്ങൾ ഉമ്മ കയറി ഇറങ്ങാത്ത ഒരു സ്ഥലമില്ല. എല്ലാവരെയും പോയി കണ്ട്. എന്നിട്ട് ഞങ്ങൾ ഉമ്മക്ക് ഇതുവരെ അത് കിട്ടിയില്ല. ഇല്ല, ഒന്നും ഞങ്ങൾക്ക് ഇതില്ല. ഞങ്ങൾക്ക് സ്വന്തമായിട്ട് സ്ഥലമില്ല. ഞങ്ങൾക്ക് എൻ്റെ കുഞ്ഞിലെ തൊട്ടേ ഞങ്ങൾക്ക് സ്ഥലമില്ല. ഞങ്ങളിങ്ങനെ കിടക്കുക. ഞങ്ങൾ ജനിച്ച് നടന്ന വീടാൽ ഇവിടെ അല്ല, പള്ളിമുക്കിയില്ല. എന്നെ കെട്ടിച്ചത് ഇവിടെ വന്ന ഇവിടെ അടുത്താ. ഭർത്താവിൻ്റെ ഒന്നുമില്ല. ചെലവിന് തരുന്നതെന്ന് വെച്ചാൽ 200 രൂപ വെച്ചാൽ എനിക്ക് ഈ 2 കൊച്ചുങ്ങൾക്ക് ചെലവിന് തരുന്നത്. ഒരു മാസം ഇടയ്ക്ക്, ഇപ്പോഴല്ല അതിന് മുമ്പേ എനിക്ക് തരുന്നത്. ഈ 200 രൂപ വെച്ച് ഞാൻ ഈ വീട്ടിനകത്ത് എന്തെല്ലാം കാര്യം ഞാൻ നടത്തുമെന്നാണ് പറയുന്നത്. ഒരു കാര്യവും നടത്തുകത്തില്ല. പക്ഷേ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഒരു കാര്യത്തിന് നോക്കത്തതുമില്ല, എടുക്കത്തതുമില്ല. എല്ലാ ജോലിക്കും പോകും. മൈക്കാട് വേണമെങ്കിൽ എല്ലാ ജോലിയും അറിയാം. പക്ഷേ ഈ ഒരു ഇതേ ഉള്ളൂ, അടിമയായിപ്പോയി ആള്. പിന്നെ വെള്ളം അടിച്ചിട്ട് വന്ന് എന്നെ ഒലക്ക എടുത്തിട്ട് അടിക്കാനും ഇല്ല. ചിരവാന്ന് എന്നെ കൊല്ലണം, എന്നെ തീർക്കണം, അങ്ങനെയൊക്കെ ഇങ്ങനെ വർത്താനം. അങ്ങനെ ഞാൻ ഇവിടുന്ന് ഓടിക്കളയും. ഞാൻ അപ്പുറത്ത് വീട്ടിൽ പോയി ഇരിക്കും. പിന്നെ ലാസ്റ്റ് സഖിയിട്ട് വരുമ്പോൾ പോലീസുകാരെ വിളിക്കും. പോലീസുകാർ വിളിക്കുമ്പോൾ സാറന്മാർ ഇവിടെ വരുമ്പോൾ ഇവനെ എടുത്തിട്ട് അടിക്കുക. പിന്നെ ആ വരുന്ന സാറന്മാരെ ഈ കൊച്ചിന് പൈസ എന്തെങ്കിലും സഹായങ്ങൾ അവർ ചെയ്യുന്നത്, കുഞ്ഞിനെ ആശുപത്രി കൊണ്ടുപോകാനായാലും തരുന്നത്. അങ്ങനെ ഇവിടുത്തെ പോലീസ് ഇവിടെ കൊണ്ടുപോയത്. സ്കൂളിൽ കൊണ്ടുപോയി ബുക്കുകൾ എല്ലാം ഈ കുഞ്ഞിന് എന്തെങ്കിലും സഹായങ്ങൾ വേണമെങ്കിൽ ഞങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞ് അങ്ങനെ ഇതാ. പഠിക്കുന്നേ. ഇവർക്ക് ഇവിടെ സപ്പോർട്ടാണ്. എല്ലാവരും നല്ല രീതിയിൽ അവർ പറയുന്നത്. ആ സപ്പോർട്ട് സ്കൂളുകാരും എന്നെ എനിക്ക് തരാൻ സഹായിക്കുക എല്ലാം ചെയ്യുകയൊക്കെ ചെയ്യും. എനിക്ക് ഇവിടുന്ന് ഈ വാടക വീട്ടിൽ നിന്ന് എന്നെ ഇവിടുന്ന് ഇറക്കി വിടാനുള്ള ഇതിൽ അവർ ഇവിടുത്തെ വാടകക്കാരൻ വന്ന് പറയുന്നത്, വാടക കൊടുത്തില്ലെങ്കിൽ ഇവിടുന്ന് ഇറങ്ങി കൊടുക്കണമെന്ന് പറഞ്ഞു. ഇല്ലെങ്കിൽ ഞാൻ ഈ റെയിൻപാളത്തിൽ ഞാൻ പോയി തീരാനുള്ള ഇതില്ലെന്ന് നോക്കി. എൻ്റെ മക്കളെ ഓർത്തിട്ട എനിക്ക് മരിക്കാത്ത ഇത്, എൻ്റെ കുഞ്ഞുങ്ങളെ ഓർത്തിട്ട്. ഒരു ചെറിയ ഒരു വീടായാലും മതി. ഞങ്ങൾ ആരും അടിച്ച് ഇറക്കാത്തുള്ള ഒരു സ്ഥിതി, എൻ്റെ മക്കൾക്ക് കയറി കിടക്കാനുള്ള ഒരു സ്ഥിതി എനിക്ക് തരണമല്ലോ. അതേ എനിക്ക് അതേ ഉള്ളു. എന്നെ സഹായിക്കണമെന്നേ എനിക്ക് ഇതേ ഉള്ളു. ഞാൻ അള്ളാഹിനെ വിളിക്കുന്ന അതേ ഉള്ളു എനിക്ക് ഈ എവിടെയെങ്കിലും.